എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ട്രോളുമായിട്ടാണ്. ട്രോളും മറ്റാരെയും കുറിച്ചല്ല, ശ്രീ മുകേഷ് MLA, നമ്മുടെ MLA ആയ ശ്രീ മുകേഷിനെ കുറിച്ചാണ്. കുപ്പി ചോദിച്ച് വിളിച്ചവന് കിട്ടിയ മറുപടിയാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇയാൾക്ക് ചെന്നപ്പോഴത്തേക്ക് കുപ്പി എടുത്തു തരാൻ ആളില്ലേ? ഇയാളുടെ അനുഭവത്തിന്റെ ഇതിലാണോ പറയുന്നത്? സാറേ, അനുഭവത്തിന്റെ അവിടെ ജോലിക്കാരവിടെ പോയത് ഗവൺമെന്റ് സ്റ്റാഫ് രാവിലെ 8-10 മണി തൊട്ട് വൈകുന്നേരം 5 മണി ജോലി ചെയ്യണ്ടേ അവിടെ? അല്ല, ഇയാള് ചെന്നപ്പോഴത്തേക്ക് എടുത്തു തരാൻ ആളില്ലേ? സാറേ, ഞാൻ ചെന്നപ്പോ എടുത്തു തരാൻ ആളില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനുള്ള സ്ഥലം എനിക്കറിയാം. എവിടെ പോയാലും ഞാൻ അതല്ല ചോദിക്കുന്നത്. സാറിന് വിളിക്കുന്നത് ഒരേ ഒരു സാറ് ഞങ്ങളുടെ MLA ആണോ അല്ലയോ? ഇയാള് കൂടുതലങ്ങ് തലേ കയറി ഇരിക്കരുത് കേട്ടോ. തലേ കയറിയിരിക്കാൻ സാറ് ഞങ്ങളുടെ MLA ഇല്ലേ? ഞങ്ങൾ വോട്ട് ചെയ്താണ് സാറ് ജയിച്ചത്. അതാ പറഞ്ഞു സാറ് ഞങ്ങളുടെ MLA സാറ്. ഇയാൾ ആരാന്നോ അന്വേഷിക്കട്ടെ. ഞാൻ അന്വേഷിക്കും. സാറിനെ അന്വേഷിച്ച് തൂക്കിക്കൊല്ലാൻ വിധിക്കും. അതിൽ കൂടുതൽ എനിക്കൊന്നുമില്ല. ഇയാളൊക്കെ എവിടെ പറഞ്ഞ ഇയാൾക്ക് എന്തോ ബോധമുണ്ട് സാർ? ഞാൻ പറഞ്ഞത് നിയമം സാർ. എനിക്കൊരു പ്രശ്നം. ഞാനൊരു ജനപ്രതിനിധിയാണ് സാർ. ഹലോ സാർ, ഞാൻ ജനപ്രതിനിധിയാണ്. അപ്പൊ എനിക്കൊരു പ്രശ്നം വന്ന സാറിനോട് വിളിച്ചു പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ വോട്ട് ചെയ്ത് ഗവൺമെന്റ് ഉദ്യോഗം MLA വിചാരിച്ചാൽ നടക്കുമെങ്കിൽ പിന്നെ MLA ഒക്കെ ഏത് ലെവലിൽ നിൽക്കേണ്ട ആളാണ് സാർ? ഗവൺമെന്റ് ഉദ്യോഗം വേണോന്നല്ല പറയുന്നത് സാർ. ഹലോ സാർ, ഗവൺമെന്റ് ഉദ്യോഗം വേണോന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നതിന് ഇടയ്ക്ക് കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കും മനസ്സിലാകത്തില്ല, എനിക്കും മനസ്സിലാകത്തില്ല. ഇയാള് റോഡിലോട്ടിറങ്ങി കൊച്ചു കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുന്ന അവരുടെ അടുത്ത് ചോദിക്കണം, ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ മന്ത്രി വിചാരിച്ചാൽ നടക്കും? MLA പോട്ട് മന്ത്രി വിചാരിച്ചാൽ നടക്കൂ? അതിനൊക്കെ ഓരോ പ്രൊസീഡിയർ ഉണ്ട്, PSC ഉണ്ട്, എംപ്ലോയ്മെന്റ് സാർ. ഞാനും അതിനൊക്കെ ജോലി മേടിച്ച് ഞാൻ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് സാറിന് ചോദിക്കുന്നത്. സംസാരിച്ചിട്ട് കാര്യമില്ല, ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറിന് പറഞ്ഞ കാര്യം മനസ്സിലായി. ഞാൻ ചോദിച്ച അതൊന്നുമല്ല. മനസ്സിലായി, അത് മനസ്സിലായി നോക്കിക്കൊള്ളും കേട്ടോ. അതൊക്കെ ഗവൺമെന്റ് ബിവറേജ് കോർപ്പറേഷൻ ഗവൺമെന്റ് ഒക്കെ നോക്കിക്കൊള്ളും അവിടെ ആളെ. അപ്പൊ സാറിനകത്ത് സാറിനെന്താ നമ്മുടെ കൊല്ലം MLAക്ക് സാറിനകത്ത് ഒരു നിയമം എടുക്കാൻ പറ്റൂല? ഒരിക്കലും പറ്റത്തില്ല. ശരി, ഓക്കെ അങ്ങ് ശരി സാറേ. ഓക്കെ സാർ, നമുക്ക് ആരെയാണ് നിയമമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ആരെയാണ് ഇതിനകത്ത്? ഇയാൾ ആദ്യം പരീക്ഷ എഴുതി PSC ടെസ്റ്റ് പാസ്സാവണം സാറേ. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇവിടുത്തെ സിവിൽ സപ്ലൈസിൽ ആളില്ല. 13 സ്റ്റാഫിനകത്ത് 3 സ്റ്റാഫുകൾ. അതാണ് ഞാൻ ചോദിക്കുന്നത് സാറിന്റെ അടുത്ത്. അത് അവരങ്ങ് കൂട്ടിക്കൊള്ളും. ആളില്ലെങ്കിൽ പിന്നെ പ്രയാസമാണെങ്കിൽ അവരങ്ങ് കൂട്ടിക്കൊള്ളും. അല്ലെ അവര് കൂട്ടി എന്നെ പോലെ സാറ് എന്ത് പറയുന്നത്? സാറെന്താ പറഞ്ഞു ചോദിക്കുന്നത്? സാറേ, ഇവിടുത്തെ ഗവൺമെന്റ് സ്റ്റാഫായിട്ട് നമ്മുടെ നമ്മൾ നികുതി കൊടുത്ത് ജീവിക്കുന്ന സ്ഥാപനത്തില് ഇവിടെ സ്റ്റാഫ് ഇല്ല. അതാണ് ഞാൻ ചോദിക്കുന്നത് സാറിനോട്. അതാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. എന്തോ BJP ആണോ ഇയാള്? സാറേ, ഞാൻ BJP, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. സാറ് പിടിച്ചതിനൊക്കെ കൊടി ഞാൻ പിടിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞ സാറ് പിടിച്ചതിനെ കൊടി ഞാൻ പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതല്ല ഞാൻ ചോദിക്കുന്നത്. അതല്ല ഗവൺമെന്റ് ജോലി കൊടുക്കുക. ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന കാര്യം എന്താ പൊന്നു സാറേ ചോദിക്കുന്നത്? സാറേ, ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഈ നമ്മുടെ അഞ്ചാലമൂട് സിവിൽ സപ്ലൈസിൽ ഇവിടെ സ്റ്റാഫില്ല. 3 സ്റ്റാഫേ ഉള്ളു. അവിടെ 13 സ്റ്റാഫ്. സാറിന് ജോലി എന്തോ ഇല്ല? സാറിന് ജോലി എന്തോ ഇല്ല ഇവിടെ? ഇയാൾക്ക് കുപ്പി മേടിക്കാൻ വരുമ്പം കുപ്പി എടുത്ത ഒരാളില്ലേ? അതാണോ ഇയാള് പറയുന്നത്? സാറെ, കുപ്പി മേടിച്ചു തരാൻ കുപ്പി മേടിച്ചു തരാൻ ആളില്ലാത്തല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇയാള് എങ്കിൽ പിന്നെ ഗവൺമെന്റ് സ്റ്റാഫിൽ ശമ്പളം മേടിച്ചിട്ട് വീട്ടിൽ പോയിരുന്നാ അതില്ല. പിന്നെ എന്തിനാ അവിടെ ഇരിക്കേണ്ട ആവശ്യം എന്തുവാ? ശരി ശരി. സാറിനെ പോലെ ആളാണ് ഇങ്ങനെ പറയാം. സാറിനെ പോലെ ആണെങ്കിൽ സംസാരിക്കുന്നത്. എഴുത്തെഴുതി ആഫീസിൽ കൊടു. ഇയാൾക്ക് നാളെ മറ്റന്നാളെ ജോലി ശരിയാക്കാം. സാർ, എനിക്ക് ജോലി വേണ്ട. എനിക്ക് നിങ്ങളുടെ ജോലി എനിക്ക് വേണം. ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരനാണ്. എനിക്ക് നിങ്ങളുടെ ജോലി എന്തിനാ എനിക്ക്? പിന്നെന്താ ഇയാൾക്ക് വേണ്ടത്? സാറേ, ഞാൻ ചോദിച്ച കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ അഞ്ചാലമൂട് സിവിൽ സപ്ലൈസ് അവിടെ വർക്ക് സ്റ്റാഫായിട്ട് ആരുമില്ല. 3 പേരേ ഉള്ളു. 13 പേര് സ്റ്റാഫ് എന്ന് 3 പേരേ ഉള്ളു. ബാക്കിയുള്ള സ്റ്റാഫുകൾ അവിടെ പോയി. ഇതാ ഞാൻ ചോദിക്കുന്നോള്.
അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ. ഒരു കാര്യം ആലോചിക്കുക. ഇതേ കണക്കത്ത വിവരദോഷിയാണല്ലോ ദൈവമേ നാളെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ പോകുന്നത്. ഇത് അല്പം പഴയ വീഡിയോ ആണ്, പക്ഷെ പഴകുന്തോറും വീര്യം കൂടും എന്നല്ലേ പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും നമ്മളുടെ ഓരോ വോട്ടും പാഴാക്കാതിരിക്കുക, അർഹതപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചെറിയ വീഡിയോയിലൂടെ എനിക്ക് ഇങ്ങനൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? ഞാൻ ചിരിക്കണോ കരയണോ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. ചിരിച്ചു കഴിഞ്ഞാൽ അത് പറയും മുകേഷിനെ പുച്ഛിച്ച് വീഡിയോ ഇറക്കിയെന്ന്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ പറയും മുകേഷിന് വേണ്ടി കരഞ്ഞു. എന്ത് ചെയ്യാനാ? അപ്പോൾ മുകേഷ് എന്ന് പറയുന്നത് വിവരക്കേടിൻ്റെ അങ്ങേയറ്റമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയൂ. വിളിച്ചവനും ബോധമില്ല, അങ്ങേർക്കാണെങ്കിൽ ഒട്ടുമേ ബോധമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഞാൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം നേർക്കാഴ്ച.